കല്യാണത്തിന് ശേഷം ഒരുപാട് മൈൽ സ്റ്റോണുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് അച്ചീവ് ചെയ്യാൻ സാധിച്ചല്ലേ? അതൊരു വീടാണെങ്കിലും ഒരുപാട് യാത്രകളാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നതാണെങ്കിലും ഇതെല്ലാം കല്യാണത്തിന് ശേഷം വന്നതാണോ അതോ? അല്ല, ഇത് വീട് ഞാൻ 2022 അഡ്വാൻസ് ചെയ്താണ്. അത് അച്ഛനൻ ഞാനിങ്ങനെ എന്റെ നടത്തം കണ്ടപ്പോ അച്ഛന് മനസ്സിലായി ഈ പോക്ക് പോയാൽ ശരിയാവില്ല, തെലുങ്ക് പടമൊക്കെ ചെയ്ത് ആളടിച്ചു പൊളിച്ച് നടക്കാന്ന് കണ്ടപ്പോ എന്നെ പിടിച്ച് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്, കാരണം എനിക്ക് ലയബിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഈ ദീപ കുക്കുവിനൊക്കെ പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരും കുറച്ചൊക്കെ പാര പണി തരുന്നു. ഒരു പ്രാവശ്യം ദീപനെ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ വണ്ടി കയറ്റിയതിന്റെ ഫലമാണ് ആ ഫ്ലാറ്റ്. ദീപ പറഞ്ഞു, ജീപി ചേട്ടൻ മാരിയറ്റിൽ കൊടുക്കുന്ന റെന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ജീപി ചേട്ടൻ ഒരു ഫ്ലാറ്റ് വാങ്ങാം തുടങ്ങിയ ഡയലോഗുകളൊക്കെ ഇടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ അച്ഛന് മനസ്സിലായി ഇത് ശ്രദ്ധിക്കണം. അങ്ങനെ ആണ് ഫ്ലാറ്റ് വന്നത്. പക്ഷെ വാങ്ങുന്ന സമയത്ത് കല്യാണം ഒന്നും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. 3 മാസം കൊണ്ട് ഇന്റീരിയർ ഡെക്കറേഷൻ. പല ആൾക്കാരും ചോദിച്ചത് അങ്ങനെ 3 months കൊണ്ട് ഇത്രയും ഗംഭീരമായിട്ട് എങ്ങനെ ഇന്റീരിയർ ഡെക്കറേഷൻ. പക്ഷെ അതൊക്കെ ഒരു കണക്കിന് നന്നായിട്ട് ഞാൻ ചെയ്തത്. കാരണം അതൊക്കെ ഗോപികയുടെ കോൺട്രിബ്യൂഷനാണ്. എനിക്ക് തോന്നുന്നില്ല ദിസ് വുഡ് ഹാവ് ബീൻ മൈ സ്റ്റൈൽ കംപ്ലീറ്റ്ലി. ഗോപിക ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ എസ്തെറ്റിക് സെൻസ് ഒക്കെ കൂടുതലാണ്.